ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു മാപ്പ് റിപ്പോർട്ട് എക്സൽ എങ്ങനെ ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഉള്ള കമ്പനിയുടെ ഒരു സെയിൽ റവന്യൂ എങ്ങനെയാണ് മാപ്പ് വൈസായി ചെയ്തിട്ടുള്ളതെന്ന് അങ്ങനെ നമുക്ക് നോക്കാം. XY എന്ന് പറയുന്ന റോയിലെ നമ്പറുകൾ ഈ മാപ്പിൻ്റെ ലൊക്കേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ മാപ്പിൽ കാണുന്ന റെഡ് ബബിൾസും ഡാറ്റ ലേബലും സെയിൽ ഫിഗറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ XY എന്ന് പറയുന്ന നമ്പറുകൾ നമുക്ക് മാറ്റിയാൽ ഈ മാപ്പിലിരിക്കുന്ന ബബിൾസിൻ്റെ ലൊക്കേഷനും ചേഞ്ച് ചെയ്യുന്നതാണ്. ഇതേപോലെയാണ് നമുക്ക് ലൊക്കേഷൻ കറക്റ്റ് ചെയ്യേണ്ടത്. അതേപോലെ സെയിലിൽ ബബിൾസിൻ്റെ സെയിൽ ഫിഗർ മാറ്റിയാൽ ബബിൾസിൻ്റെ വലിപ്പവും ഇതേപോലെ ചേഞ്ച് ആകുന്നതാണ്. ഓക്കെ, നമുക്ക് തന്നെ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് XY ഹൈലൈറ്റ് ചെയ്തതിന് ശേഷം ഇൻസേർട്ട്, അതിൽ സ്കാറ്റർ. അത് നമുക്ക് ഇതിനകത്ത് ഡിലീറ്റ് ആക്കാം. അത് ലൈന് വരുന്നതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാം. നമുക്കിനി ഈ ഗ്രാഫിൽ മാപ്പ് ഇമ്പോർട്ട് ചെയ്യാം. അതിനുവേണ്ടി ചാർട്ട് സെലക്ട് ചെയ്യുക. അതിൽ ചാർട്ട് ഏരിയ ചേഞ്ച് ചെയ്ത് പ്ലോട്ട് ഏരിയ ആക്കുക. അതിനുശേഷം ഫോർമാറ്റ് സെലക്ഷൻ, അതിനുശേഷം ഫിൽ, അതിൽ പിക്ചർ ആൻഡ് ടെക്സ്ചർ ഫിൽ, അതിൽ ക്ലിപ്പ് ആർട്സ് എടുത്താൽ ഒരുപാട് നമുക്ക് ചിത്രങ്ങൾ വേണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാം. അതല്ലാതെ ഫയലിലാണെങ്കിൽ ഫയൽ സെലക്ട് ചെയ്ത് മാപ്പ് സെലക്ട് ചെയ്ത് ഓക്കെ ചെയ്യുക. അതിനുശേഷം മാപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി ചാർട്ടിൻ്റെ Y ആക്സിസും X ആക്സിസിൻ്റെയും ഫോർമാറ്റ് എടുത്ത് നമുക്ക് ലൊക്കേഷൻ ഫിക്സ് ചെയ്യാം. ഫിക്സഡിൽ 010 കൊടുക്കുക. അതേപോലെ X ആക്സിസിൻ്റെയും ഫിക്സ്ഡ് ആക്കിയതിന് ശേഷം 10 കൊടുക്കുക. ഇനി ഇതിൽ നമുക്ക് ലൊക്കേഷൻ്റെ ആ ഒരു മാർക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാണ്ടെങ്കിൽ ഇതേപോലെ എക്സിലും വൈയിലും എവിടെയാണ് ലൊക്കേഷൻ വേണ്ടത് അതിൻ്റേതായ നമ്പറുകൾ മാറ്റിയാൽ ലൊക്കേഷൻ നമുക്ക് ഇതേപോലെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് എങ്ങനെ ഇതിൽ ബബിൾസ് ആഡ് ചെയ്യാൻ നോക്കാം. അതിൽ ചേഞ്ച് ചാർട്ട് ടൈപ്പ്, അതിൽ ബബിൾ സെലക്ട് ചെയ്യുക. നമുക്കിനി ഈ ബബിൾസിൻ്റെ വലിപ്പം ഒന്ന് കുറക്കണം. അതിന് ഫോർമാറ്റ് എടുക്കുക, ഫോർമാറ്റ് സീരീസ് എടുക്കുക. അത് നമുക്ക് ഏരിയ ബബിൾസ് കൊണ്ട് വിഡ്സ് ഓഫ് ബബിൾസ് കൊടുക്കുക. അതിൽ ബബിൾ സൈസ് ചുരുങ്ങിയ 40 അല്ലെങ്കിൽ 60 നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ബബിൾസിൽ ഡാറ്റ ലേബൽ ആഡ് ചെയ്യാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് ഡാറ്റ ലേബൽ. പക്ഷേ ഡിഫോൾട്ടായി ഈ ലേബലുകൾ Y ആക്സിസിൻ്റെ നമ്പറുകൾ മാത്രമാണ് ഷോ ചെയ്യുന്നത്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. റൈറ്റ് ബട്ടൺ ചെയ്ത് ഫോർമാറ്റ് ഡാറ്റ ലേബൽ, അത് ലേബൽസ് കണ്ടെയ്ൻഡ് ബബിൾ സൈസ് ടിക്ക് ഇട്ട് പൊസിഷൻ
സെൻറ്റർ കൊടുക്കുക. അതപ്പോൾ കറക്റ്റ് പ്ലേസ് ആയി വന്നിരിക്കുന്നതാണ്. ഇനി ഇതിനൊരു ടൈറ്റിൽസ് കൊടുക്കാം. സെയിൽ റവന്യൂ. ഈ മാപ്പ് റിപ്പോർട്ട് ഏത് വേർഷൻ എക്സലിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഏത് മാപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഈ മാപ്പ് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്.